എല്ലാ സ്ഥലത്തും പറഞ്ഞു. ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോഴും നമ്മൾ ആ കുടുംബത്തിനോട് അറിയാതെ ചെയ്തു പോയ, അറിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇനി എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിൽ മാപ്പും പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു FIR ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ ഇപ്പം ചെയ്യുക? പൊതുമോത്തിനോട് മാപ്പ് പറഞ്ഞു. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിനെതിരായുള്ള അക്രമങ്ങൾ ഒഴിവാക്കണമെന്നുള്ള ആവശ്യപ്പെടുകയും മനാഫിനെ അനുകൂലിക്കാറുണ്ട്. പക്ഷേ അതിനുശേഷം ഉണ്ടായ ഇത്തരം കേസെടുക്കുന്നത് അതിനെങ്ങനെയാണ് മനാഫ് പറഞ്ഞത്? ഞാൻ പൊതുസമൂഹത്തിനോട് പറഞ്ഞത്, അവരാരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ്, ഒരിക്കലും ഓലെ ആക്രമിക്കരുത്, ഓർക്കെതിരെ ഒരു കമൻ്റ് ഇടരുത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിപ്പോൾ ജനങ്ങളുടെ വികാരം ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ ഒരു പരമാവധി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ പക്ഷേ ഇപ്പോഴും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഞാൻ എന്താ ചെയ്യുക? അതിനിടയ്ക്ക് സാഹചര്യം താങ്കൾ പല ചാനലുകൾക്ക് നടത്തിയ കമന്റുകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ആ ഒരു വൈകാരികതയാണ് ഇതിനിടയാക്കുന്നത് എന്നുള്ളതാണ് പരാതി പ്രധാനമായിട്ട് പറയുന്നത്. എന്ത് പ്രതികരണം അപ്പം ഞാൻ ഇവർക്ക് എതിരെ പറഞ്ഞത്? ഞാൻ ഇവർക്ക് അനുകൂലമായിട്ടാണ് ഈ സമയം വരെ നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓരോ കൂടെ തന്നെ ഉള്ളത്. അവരെന്നെ ഇപ്പം എങ്ങനെ കേസിൽ കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ തന്നെ. എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ, അതിലെവിടെയെങ്കിലും അങ്ങനെ എന്താ ഉള്ളത് എന്നുള്ളതൊന്ന് നോക്കാമല്ലോ. അറിയില്ല, ഞാനൊന്നും അറിയില്ല. ഞാനിപ്പം ഇന്ന് രാവിലെ അപ്പം അറിയണത് എനിക്കെതിരെ FIR-ഉം കേസും ഉണ്ട് എന്നുള്ളത്. മാപ്പ് പറഞ്ഞ് ഏറെക്കുറെ എല്ലാം അവസാനിച്ചതായിരുന്നു എന്നാണ്. തീർച്ചയായിട്ടും ഇന്നലത്തോട് കൂടിയിട്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞതാ. സങ്കടം ഉണ്ടാവില്ല, അത് കുഴപ്പമില്ല. സങ്കടമുണ്ട്, പക്ഷേ ആരാ അത് എന്തിനാ അത് ചെയ്യണത് എന്നുള്ള മനസ്സിലാവില്ല. ഇല്ല, പോലീസ് ബന്ധപ്പെട്ടിട്ടില്ല. പൊതുവെ പിന്നെ ഒരു ദയവ് ചെയ്തിട്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, അനാവശ്യമായിട്ട് ദയവ് ഇതിൻ്റെ ഫോണിലേക്ക് ആരും വിളിക്കാതെ വെക്കുക. കാരണം എന്താണ്, എനിക്ക് ആവശ്യമുള്ള കോള് വരെ എടുക്കാൻ കഴിയുന്നില്ല. ഒരു ദിവസം ഞാനൊരു 100-500 കോള് വന്നും കൊണ്ട് നിൽക്കുന്നുണ്ട് എൻ്റെ ഫോണിൽ. എനിക്ക് ആകെ ഒരൊറ്റ ഫോൺ നമ്പറുള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതും കൂടി നിങ്ങളോട് പറയുകയാണ്, എനിക്ക് റീഡാവുണ്ട്. ഞാൻ വിചാരിച്ച് ഇവനെ കിട്ടിയോട് കൂടിയിട്ട് ഒരു സമാധാന ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചു. ഇല്ല. മാതൃകാപരമായ സമാനതകളില്ലാത്ത ദൗത്യത്തിന്റെ പിന്നാമ്പുറത്ത് ഇത്തരം സംഭവങ്ങളാണ് നടക്കുന്നത്. ഇതിനെങ്ങനെയാണ് അറിയില്ല. അറിയില്ല. ഇന്നലെ അങ്കോള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ താങ്കൾ വൈകിട്ട് പറഞ്ഞു നിയമപരമായി നേരിടുന്ന കേസ് വരട്ടെ എന്നാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ വൈകാരികമായി തന്നെ നിൽക്കുകയാണ്. താങ്കളുടെ മാനസികാവസ്ഥ തന്നെ ഇപ്പോൾ പ്രകടമാണ്. അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫാണ് സംസാരിച്ചത്. മനാഫിനെതിരെ ഇന്നലെ കോഴിക്കോട് ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു. മാപ്പ് പറഞ്ഞതിന് ശേഷവും കേസും വഴക്കുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഒരു തുറന്ന പുസ്തകം പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സമീർ C. മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു. സമീർ പറയൂ, ഈ കേസിൽ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ ഈ മനാഫ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കാമോ? SKN ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മനാഫും കുടുംബവും വിശദമായ വാർത്താ സമ്മേളനം നടത്തുകയും മാപ്പ് പറയുകയും ചെയ്തിരുന്നു. പിന്നീട് ആണ് ഈ കേസ് വരികയും ഇപ്പോൾ മനാഫ് പ്രതിയാകുകയും ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ മനാഫ് പറയുന്നു, തൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു വർഗീയ കലാപത്തിനുള്ള ആഹ്വാനം ഉണ്ടായിട്ടില്ല. മതങ്ങളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം. അതിനുള്ള പ്രവർത്തനങ്ങളാണ് തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഏതെങ്കിലും വിധത്തിലുള്ള അത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് ഏവർക്കും പരിശോധിക്കാവുന്നതാണ്, എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ താൻ വലിയ രീതിയിലുള്ള ഒരു മാനസിക സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്.